രാജീവ് സ്വന്തം വീടിൻ്റെ MLA ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും നന്നാക്കാണ്ട് വികസനമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ ബ്രാങ്കുഞ്ഞി ഇരുന്ന ആ വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. ബ്രാങ്കുഞ്ഞി ഇവിടെ പല പരിപാടികളും പല റോഡുകളും പല പാലങ്ങളും ഇവിടെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ പല പാലങ്ങളും പണിതിട്ടുണ്ട് ബ്രാങ്കുഞ്ഞി. അതേ വികസനം തന്നെ ഇവിടുത്തെ രാജീവ് മന്ത്രിയായിരുന്നിട്ട് ഒരു വികസനം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും സ്വന്തം വീടിൻ്റെ MLA ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും നന്നാക്കാണ്ട് വികസനമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്താണ് വികസിക്കുന്നത്? ഒരു വികസനം ഇവിടെ രാജ്യവാഴ്ത്തിട്ടില്ല. ഈ മണ്ഡലത്തിൽ വേണ്ട, ഈ കളമശ്ശേരി വീട്ടിൽ തന്നെ നടക്കുന്ന സംഭവമല്ല. സ്വന്തം വീടിന് മുമ്പിലുള്ള റോഡ് പോലും നന്നാക്കാത്താണ് വികസനം എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. വികസനം എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ ഒന്നും നടത്തിയിട്ടില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡ് മാത്രമാണ് മൊത്തത്തിൽ ഇതിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡാണല്ലോ മെയിനായിട്ട്. ഗുസാറ്റ് ജനങ്ങൾ ഞങ്ങളെ പാപ്പട തൊഴിലാളി ഓടിക്കുന്ന ഓട്ടമാണ് ഓട്ടോ തൊഴിലാളികൾ. പിന്നെ നിത്യം പോണ വിദ്യാർത്ഥികൾ അവർ രാവിലെ വണ്ടി അവിടെ കൈ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ആരും ഓടണില്ല. എന്നുവെച്ചാൽ റോഡ് കൊള്ളില്ല. മെയിനായിട്ട് റോഡിൻ്റെ പ്രശ്നമാണ്. ഈ ഡെയിലി എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് അറിയാം. ഡെയിലി മന്ത്രി പോണ റോഡാണ്. ഡെയിലി മന്ത്രി കാണുന്ന റോഡാണ്. ആ റോഡ് നന്നാക്കുന്നില്ല. ഗതാഗതം പരിഷ്കാരം കുഴപ്പമില്ല. അതിൽ വിജയമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നല്ല അഭിപ്രായമാണ്. റോഡിൻ്റെ ഗതാഗത സംസ്ഥാനമാണെങ്കിൽ നല്ല ഒരു അഭിപ്രായമാണ്. അതാണ് ചെയ്ത ഏറ്റവും നല്ലൊരു പുണ്യം എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്. ഒരു വിജയം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അല്ലാണ്ട് ഒരു കാര്യം. എൻ്റെ കാഴ്ചപ്പാടിൽ റോഡിൻ്റെയാണ് മെയിനായിട്ട്. ഞങ്ങൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. എത്ര വർഷമായി എന്നറിയോ? എത്ര ഗുസാറ്റ് റോഡ് എത്ര വർഷം? 1-2 വർഷമല്ല. സംസ്ഥാന സർക്കാരിൻ്റെയാണോ മുനിസിപ്പാലിറ്റിയുടെയാണോ? ഗുസാറ്റിൻ്റെ ഒരു മന്ത്രി വിചാരിച്ച് നടക്കാവുന്ന കേസാണ്. ഒരു മന്ത്രി വിചാരിച്ച കേരള ഗവൺമെൻറ് ആണല്ല, ഒരു മന്ത്രി വിചാരിച്ച് നടക്കുന്ന കേസാണ്. അത് അല്ലാത്ത റോഡുകൾ നന്നാക്കുന്നുണ്ട്. അല്ലാത്ത റോഡ് നമ്മുടെ ഏതാ റോഡ്? റോക്കഡ് റോഡ് ഒരു കുഴപ്പമില്ല എന്ന റോഡ് 52 ലക്ഷം രൂപ പാസ്സാക്കി. അത് വീണ്ടും ഒന്നും ചെയ്തിട്ടുണ്ട്. ഈ റോഡിനെ പറ്റി ഒരു ചെയ്യും. ആരെങ്കിലും വരുമ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവർണർ വരുമ്പോൾ ഇവിടെ കുറച്ച് സിമെൻറ്റും കൊണ്ടുപോയി ആ കുഴിയല്ല, കിണറാണ്. ആ കിണറൊന്നും കൂടും. വികസനം എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള. എന്താണ് വികസിച്ചേക്കുന്നത്? വികസനം എന്ന് പറയുന്നുണ്ട്, പക്ഷെ വികസനമില്ല. ഇതിനു മുമ്പുള്ള മന്ത്രി നടത്തുന്ന ഒരു ഗുണം ഈ മന്ത്രിക്ക് അതിലില്ല. ആ കാര്യത്തിൽ ഈ മന്ത്രി പരാജയമാണ്. കാരണം ഈ ഭാഗത്ത് അങ്ങനെയുള്ളൊരു വികസനം എന്ന് പറയാൻ മാത്രം ഇല്ല. കുറച്ച് ബോർഡുകൾ വെക്കാമെന്നുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഉദ്ഘാടനങ്ങൾ ചെയ്യാമെന്നുള്ളതോ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ഇപ്പോൾ 2 ബജറ്റ് അടുപ്പിച്ച് നടത്തിയിട്ടും ആ ബജറ്റിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അപ്പോഴും പുതിയ ബഡ്ജറ്റിൽ പുതിയ കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഴയ മന്ത്രി എന്ന് പറഞ്ഞത് ഇത് ഒരുപാട് വികസനം, അതായത് ഇതിനു മുമ്പും ഇവിടെ കോൺഗ്രസ് തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മ ഉള്ള മുതൽ അങ്ങനെയായിരുന്നു. പക്ഷേ 40-50 വർഷത്തോളം അവർ തന്നെയായിരുന്നു. എന്നിട്ടും അവർ നടത്താത്തൊരു വികസനം കഴിഞ്ഞ പ്രാവശ്യത്തെ മന്ത്രി, അതായത് ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് നടത്തിയിട്ടുണ്ട്. അതൊരു വലിയ വികസനം തന്നെ. കളമശ്ശേരിക്ക് ഇതുവരെ ലഭിക്കാത്തൊരു വികസനമായിരുന്നു അതൊരു അദ്ദേഹം ചെയ്തത്. അത്തരം ഒരു സമീപനം ഏതായാലും ഇപ്പോഴത്തെ രീതിയിലില്ല. പിന്നെ സീപോർട്ട് റോഡിൻ്റെ കാര്യത്തിൽ അതിപ്പം 10 കൊല്ലമായിട്ട് മുടങ്ങി കിടക്കുകയാണ്. അതിന് മുമ്പ് അത്രയും വളരെ ഷാർപ്പായിട്ട് എല്ലാ പണികളും നടത്തി വന്നപ്പോൾ ശേഷമാണ് അദ്ദേഹം പിന്മാറിയത്. അപ്പോൾ ആ പണി എങ്ങനെ അവസാനിച്ചു ആ രീതി തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഇപ്പോൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വരിക എന്നല്ലാതെ അതിൽ യാതൊരു നീക്കുപോക്കുകളും ഇല്ല എന്നാണ് ഇവിടെ പൊതുവെ നമുക്ക് മനസ്സിലാവുന്നത്. തൊഴിൽ ഭരണം വന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ മാറി ഭരിക്കലാണ് എപ്പോഴും നല്ലത്. അങ്ങനെ
അങ്ങനെയാണ് സംസ്ഥാനത്തിന് ഗുണം ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. തുടർഭരണം എല്ലായിടത്തും എവിടെ കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ തന്നെ കേന്ദ്രത്തിൽ തുടർഭരണം ഉണ്ടായപ്പോഴാണ് അവർക്ക് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അവർ മാറേണ്ടി വന്നത്. അപ്പോൾ തുടർഭരണം ഇവർക്ക് തന്നെ ഉണ്ടായല്ലോ. ബംഗാളും ത്രിപുരയൊക്കെ നമുക്ക് ഉദാഹരണങ്ങളല്ലേ. കോൺഗ്രസ് പണ്ട് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് ഉദാഹരണങ്ങളാണ്. തുടർഭരണം എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അവർക്ക് കിട്ടോ ഇല്ല എന്നുള്ളത് ഇനി ജനവിധിയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കിട്ടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഉത്തമം. സംസ്ഥാനത്തിനുള്ളത് അതാണ്. ഇനി കളമശ്ശേരി മണ്ഡലത്തിൽ ഇനിയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴും നടക്കാത്ത പൂർത്തീകരിക്കാത്ത പദ്ധതികൾ? ധരിക്കാത്ത പദ്ധതി എന്ന് പറയുന്നത് നമുക്കതൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ HMT ശോചനീയാവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റേതല്ല. പിന്നെ സീപോർട്ട് റോഡിൻ്റെ കാര്യത്തിൽ അതും ഒരു ശോചനീയാവസ്ഥയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പദ്ധതി നടപ്പാക്കാമെന്ന് പറയാമെന്നുള്ളത് നടപ്പാക്കുന്ന കാര്യത്തിൽ അലംഭാവമുണ്ട്. പിന്നെ നമ്മുടെ ഈ എറണാകുളത്തേക്ക് വരുമ്പോഴേ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കളമശ്ശേരി ടൗൺ. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വൺ വേ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനമുണ്ടോ? അത് പ്രയോജനമുണ്ട്. ഒരുപാട് പ്രയോജനമുണ്ട്. പക്ഷേ അത്രയും തന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വണ്ടികൾ അത്രയും കൂടുതൽ ഓടണം, ഇന്ധനം കൂടുതൽ കത്തണം. വൺ വേ സംവിധാനം ആയതുകൊണ്ട് ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം പൈസ പഴയ പൈസ പറ്റൂല. അപ്പോൾ പൈസ കൂടി. അപ്പോൾ അത് ജനത്തിന് ബുദ്ധിമുട്ടാണ്. നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല. ജനത്തോട് തന്നെ ചോദിക്കാനേ പറ്റുള്ളൂ. വണ്ടി വിളിക്കുന്നവരോടെ ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ പദ്ധതിയിൽ നടപ്പ് വെക്കുക. അപ്പോൾ ഉദാഹരണം വൈറ്റില പാലം ഏറ്റവും വലിയ കൊട്ടിഘോഷിച്ച് വന്ന പാലമാണ്. പക്ഷേ ഇപ്പോഴും അത് നടപ്പിലാക്കിയിട്ട് ഒരുപാട് ദൂരം ഓടിയാലാണ് ഇപ്പോഴും ആ ഗതാഗതക്കുരുക്ക് മാറുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അത് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അത് ചില സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഓടേണ്ടി വരുന്നുണ്ട്. അതൊരു അധിക ചിലവാണ്. അങ്ങനെ കാര്യങ്ങളുണ്ട്. അതൊരു അധിക ചിലവാണ്. പിന്നെ അതുകൊണ്ട് ഗുണമുണ്ട്. ഗുണമില്ലെന്ന് പറയാൻ പറ്റില്ല. നടപ്പാക്കിയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറേയൊക്കെ ട്രാഫിക് ജാം ഒഴിവായിട്ടുണ്ട്. ഇനിയും അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലൊരു സ്ഥാനാർത്ഥി ഒന്നും ജയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് മരിച്ചുപോയി. അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ഈ രാജീവ് ജയിക്കില്ല. അത് നേരത്തെ ജയിക്കില്ല, ഇനിയും ജയിക്കില്ല. അതാണ് പൊതുവെ ഈ മണ്ഡലത്തിലെ പൊതുവെ എല്ലാവരും ഒരു അഭിപ്രായവും ഒരു കാഴ്ചപ്പാടും അതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പുതിയതായിട്ട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു ആവശ്യം എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് മസ്റ്റ്, അതില്ല. ബസ് സ്റ്റാൻഡ് ഇല്ലാത്തൊരു പ്രദേശമാണിത്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും ഇല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇല്ല. അവിടെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സ്ഥലം എടുക്കുന്നതൊക്കെ പണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ ഇതൊന്നും തീരുമാനമായിട്ടില്ല, ഒന്നും വന്നിട്ടുമില്ല ഇതുവരെ. അതൊക്കെ ഒരു ടൗൺ എന്ന രീതിയിലും എല്ലാവരും വന്ന് പോണ ഇവിടെ കമ്പനികളുടെ ഒരു ഏരിയ ആണല്ലോ, വ്യവസായ മേഖലയാണ്. ആ രീതിയിൽ എന്തായാലും ഒരു അത്യാവശ്യമായിരുന്നു. പക്ഷേ അത് നടപ്പിലായിട്ടില്ല ഇതുവരെ. നിലവിലിപ്പോൾ കളമശ്ശേരിയിൽ വർഷങ്ങളായിട്ടുള്ള ഗതാഗതക്കുരുക്കിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വൺ വേ സംവിധാനങ്ങളൊക്കെ. അതുകൊണ്ട് സത്യത്തിൽ പ്രയോജനമാണോ ഒരു ഓട്ടം ഓടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ? നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഇവിടെ ഭയങ്കര ഗതാഗത കുരുക്കായിരുന്നു. ഇപ്പോൾ ഈ സിഗ്നലൊക്കെ മാറ്റി കാരണം ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, തടസ്സങ്ങളില്ല. വണ്ടി ഗതാഗത കുരുക്കളൊന്നുമില്ല, നമുക്ക് നേരിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തടസ്സങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പോൾ വൺ വേ ആക്കി കാരണം ഇപ്പോൾ മറ്റുള്ള ഓട്ടങ്ങളൊക്കെ നമ്മുടെ ഓട്ടം കുറഞ്ഞ് ഉള്ള ഓട്ടോകളൊക്കെ ആ സൈഡ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മറ്റുള്ളവർ വിളിക്കാൻ ഇങ്ങോട്ട് വന്നില്ല, സ്റ്റാൻഡിലേക്ക് ആരും വന്നില്ല. റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൺ വേ ആയതുകൊണ്ട്. അതാണ് റോഡ് ഇപ്പോൾ കുസാറ്റ് റോഡ് മോശമായി കിടക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ മന്ത്രിയായിട്ട് എല്ലാവരും സംസാരിച്ചപ്പോഴാണ് അത് അവർ പാച്ച് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. മാറ്റങ്ങൾ നമുക്ക് വികസനം വരും എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നു. അതൊക്കെ മാറ്റം. മെഡിക്കൽ കോളേജൊക്കെ മാറി. ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ഹോസ്പിറ്റലിലൊക്കെ വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നാറിപ്പം ചെറിയ മെഡിക്കൽ കോളേജിലൊക്കെ മാറ്റമൊക്കെ വന്നപ്പോൾ. സാധാരണ നമ്മൾ ഈ സർക്കാർ ആശുപത്രിയെ പറ്റി എപ്പോഴും പരാതികളുള്ളൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നേഴ്സുമാരുടെ ഭാഗത്തുനിന്നോ രോഗികൾക്കുള്ള? എന്നെ അപേക്ഷിച്ച് രോഗികളുടെ ഭാഗത്ത് ഇപ്പോൾ ഇതൊരു
ഒരു കുഴപ്പമില്ല, മാറ്റമില്ല, കുഴപ്പമില്ല. എപ്പോഴും ഡോക്ടർമാരുടെ സൗകര്യം ഡോക്ടർമാരുടെ സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ എൻ്റെ ഇവിടെ നിന്ന് കുസാരിലെ പിള്ളേർ വണ്ടി വിളിക്കും, പാടില്ലാണ്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കും. അപ്പോൾ അവർ കുഴപ്പമില്ല, എൻ്റെ അപേക്ഷിച്ച് അങ്ങനെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആശുപത്രി മാറ്റി നിലവാരത്തിൽ തന്നെയാണ് പോകുന്നത്. ആ വേറെ പൊതുവായിട്ട് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രയാസങ്ങളുണ്ടോ നമ്മുടെ മണ്ഡലത്തിൽ ഇനി മാറേണ്ടത് അല്ലെങ്കിൽ വരേണ്ടതായിട്ട്? നമ്മുടെ റോഡ് വികസനം, റോഡിങ്ങനെ പൊളിഞ്ഞെടുക്കണം. അത് ജോയിൻ്റ് ആയിട്ട് കാര്യമില്ല. കുസാച്ച റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം റോഡ് വികസനം വരും എന്ന് തോന്നണം. എൻ്റെ മനസ്സിലങ്ങനെ വിചാരിക്കും. കുസാറ്റ് റോഡാണ് എപ്പോഴും കംപ്ലൈൻ്റ് കിടക്കണം. അത് ശരിയാകും. ഒന്ന് അമിതമായ വാഹനങ്ങൾ, ഭാരവണ്ടി, അമിതമായ വണ്ടികളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതൊക്കെ വെള്ളം കൊണ്ടും എല്ലാം കൊണ്ടും റോഡ് അങ്ങനെ പോകണം. മാറ്റം പ്രതീക്ഷിക്കുന്നു. മാറ്റം പ്രതീക്ഷിക്കും.